പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പറുദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികമെല്ലാ വിപത്തുവരെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവരിച്ച പുൽത്തകളെ അവിടെ തന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കും. കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വീകരിക്കണമേ. അതിന് മനസ്സ് നിറവേറ്റുകയും ബന്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ലക്ഷ്യമാക്കി ജീവിക്കുക. ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഇങ്ങനെ കുറവുണ്ടാവുകയില്ലെന്ന് ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ തൊഴിലുറപ്പിൻ്റെ പദ്ധതി പ്രകാരം അതിൻ്റെ ഫണ്ട് തൊഴിലുറപ്പ് 4 ലക്ഷം രൂപയുടെ ഫണ്ടാണ്. അപ്പോൾ അത് സംരംഭകർക്ക് കുടുംബശ്രീക്ക് മാത്രമേ അങ്ങനെ കൊടുക്കുകയുള്ളൂ നമുക്ക്. അപ്പോൾ ഞാനിതൊരു 3 കൊല്ലം മുന്നേ ഞാൻ മെമ്പറായിരിക്കുമ്പോൾ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പാസ്സായി വന്നത് മെമ്പർസ്ഥാനം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ അത് പണി പൂർത്തീകരിച്ചു. അപ്പോൾ അതിനകത്ത് മൂല്യവർദ്ധിതങ്ങൾ, അതായത് സീസണബിൾ സാധനങ്ങൾ എന്തൊക്കെ കിട്ടുന്നു അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ ഒത്തിരി സാധനങ്ങൾ അല്ലാത്ത സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാനറിയാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ ബിസിനസ് നടക്കും. അപ്പോൾ ബ്രാൻഡഡായിട്ട് നമ്മൾ മെഷീൻ സാധനം ഡ്രയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. നമുക്ക് ആശപ്പെടുത്തേണ്ട ജോലി ഞാൻ അപേക്ഷിക്കുകയാണ്. വൈദ്യകളിൽ ഈ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിട്ടുപോയതാണ്, മറന്നും പോയി. അപ്പോൾ ക്ഷമിക്കുക. നിങ്ങളോട് വിചാരിച്ച വൈസ് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, ഈ സംരംഭം കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഒരു ചെറിയ ബിസിനസ് ഉണ്ടാക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള മനസ്സ്, ആ മനസ്സിന് എല്ലാവിധ ആശംസകളും എല്ലാ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. ഇത് എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. അടിക്കും അധികം അടുപ്പിൽ തീ കൊടുക്കുകയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ കുടുംബനാഥ റോസ് ചേച്ചിയും മോള് ഐറനും കൂടെ കൂടി 3 പേരും കൂടെ കൂടി ചേർന്നിട്ട് തീ കൊടുക്കും. കൊടുത്തേ കൊടുത്തേ. തിരി വെറുതെ അവിടെ കാണിച്ചത് അപ്പൊ തന്നെ കത്തിക്കോളൂ. ബാബുല്ലാതെ മാജിക്ക്
ഇനി ഇതിന്റെ കാര്യങ്ങൾ ഭരണാക്കി അവർ നമ്മളെ ഒരു മിനിറ്റ് അവിടെ ഒരു കാര്യം യുടെ ആശംസകൾ റോസ് ചേച്ചിക്കും പോളേറിന് നേർന്നു. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന്റെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. വളരെ നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ റോസ് ചേച്ചി ആരംഭിച്ച ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ചേച്ചിനെ സാധിച്ച് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രിയമുള്ള നമ്മുടെ റോസി ചേച്ചി, പഞ്ചായത്ത് മെമ്പർ നൈജു ജോർജ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മാച്ചി, മുൻ പ്രസിഡന്റ് ശ്രീ ഷൈജ് കേക്കര, ബഹുമാനപ്പെട്ട ഡോക്ടർ വിഷ്മ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗോൾബട്ട് ഇതൊക്കെയുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് യങ് എന്റർപ്രണർഷിപ്പ് അല്ലേ, എന്താ യുവ സംരംഭം വേൾഡ് സംരംഭമായിട്ടുണ്ട്. ഒരു സന്ദായിരം നമുക്കറിയാം ഈ പ്രതികൂല സാഹചര്യത്തിലൊക്കെ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് വളരെ ക്ലേശകരമായ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അവർ വളരെ ഭയത്തോടു കൂടിയാണ് സംരംഭം ഓരോന്നും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കാർഷിക രംഗത്താണെങ്കിൽ പോലും വ്യവസായ രംഗത്താണെങ്കിൽ പോലും എല്ലാ സംരംഭകരും വളരെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന സാഹചര്യത്തിൽ വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങിക്കളയാം, അല്ലെങ്കിൽ നല്ലൊരു അതും ദീർഘകാലത്തെ ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ അങ്ങനെ അതുകൊണ്ട് തന്നെ നേരത്തെ മാറ്റി പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളിയായി നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിറ്റവരവ് എന്ന നിലയ്ക്ക് നമ്മളതിനെ വില കൊടുത്ത് ആശ്വാസകരമായ വിലയായിരിക്കും അല്ലെ, ഗുണവും മെച്ചം വിലയും മിച്ചമായിരിക്കും. അപ്പൊ ആ നിലയ്ക്കാണ് ഇവിടെ സംരംഭക അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ ഈ സംരംഭത്തിനുള്ള ഉണ്ടാക്കുന്ന മൗല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഓരോരുത്തരും വാങ്ങി അത് മറ്റുള്ളവരിലും മൗത്ത് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അതിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ സ്റ്റാർച്ചൊക്കെ മേടിക്കാറുണ്ട്. സ്റ്റാർച്ചൊക്കെ മാറ്റിക്കൊണ്ടുപോകാറുണ്ട്. അവർ കൂടി സ്റ്റാർച്ച് അങ്ങനെയുള്ള പല പല ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് ബ്രാൻഡഡ് നെയിമായിട്ട് മാറണം ഓഫീസറാണ് ഡോക്ടർ ഗ്രീഷ്മ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, റോസ് ചേച്ചി, വികാരി അച്ഛൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. റോസ് ചേച്ചി ഒരു കഴിഞ്ഞ മാസം മുമ്പേ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല ചേച്ചി ഇതൊക്കെ ആശ്വാസമൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴായിരിക്കും ഇത് തുടങ്ങുക. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞ വർഷം വിളിച്ചു പറഞ്ഞു അതിന്റെ ഉദ്ഘാടനമാണത്. ചിത്ര പെട്ടെന്ന് ഇതെല്ലാം എന്താ പറയാ സെറ്റാക്കി ഇതാക്കിയെന്ന്. അത് കഴിഞ്ഞ് ഒരു കാറ് കയറി വന്നപ്പം ഒരു രജിസ്ട്രേഷൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടാണ് ഞാനത് ചെറിയ രീതിയിലാണ് ഒക്കെ തുടങ്ങുന്നത്. ഇനി ആശാവർക്കറുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് നല്ല രീതിയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മള് ഒരു സാധനം പണി തേടി അന്നം തേടിയാണ് അധ്വാനത്തിൽ അവർ ആ സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അവരുടെ കഠിനമായ പ്രയത്നത്തിലൂടെ ഇന്ന് അത് ഉത്തരം വളരെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ് ചേച്ചി വളരെ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് 62 വയസ്സിൽ മറ്റേ ഏതോ ഒരു പരസ്യം അമ്മ കണ്ടാ പ്രായം തോന്നിക്കരുന്നോ ഏതോ ഒരു പരസ്യം പറഞ്ഞ പോലെ ഈ 62 കഴിഞ്ഞാലും എനിക്ക് നന്നായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സ്ഥായിയായ സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് പഞ്ചായത്തിനെയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരെയും ഒക്കെ ഏർപ്പിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു നന്മയായിട്ട് പൊതു നന്മയായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള നല്ല കഴിവുകൾ അത് പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും പലഹാരങ്ങളുമായിട്ടും വിവിധങ്ങളായ സാധനങ്ങളായിട്ടും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സംരംഭമാണ്. ഇതിനെല്ലാവിധ വിദ്യാഭ്യാസങ്ങളും ഇതിന്റെ വിജയം എന്ന് പറയുന്ന അധ്വാനത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുഴുവൻ അവര് ഇതിനകത്തേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാവരും നമ്മളിവിടെ വന്നിരിക്കുക ഇന്ന് മാത്രം വന്നാൽ പറ്റില്ല, സാധിക്കുന്ന എല്ലാ ദിവസവും തന്നെ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പള്ളി പണിതപ്പോൾ അവിടുത്തെ അമ്മമാരെല്ലാവരും കൂടെ ഇങ്ങനെ ഉണ്ടയും അതുപോലെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒരു 5 ലക്ഷം രൂപ തന്നു. ലക്ഷ്യം എങ്ങോട്ടാ പോണെന്ന് മനസ്സിലായി കാണും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ലക്ഷ്യമുണ്ട് എന്ന് കരുതിയിട്ടുള്ള അപ്പൊ തീർച്ചയായിട്ടും നല്ല എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ദൈവാനുഗ്രഹം നേരുന്നു. ചെറിയ സംരംഭമാണെങ്കിലും
വ്യക്തമായ ലക്ഷ്യവും അതുപോലെ കഠിനമായ പരിശ്രമവും ജനങ്ങളുടെ ഇടയ്ക്കൽ നല്ല ഒരു അഭിപ്രായവും അത് മറ്റുള്ളവർക്കെല്ലാവർക്കും ഇവിടെ കടന്നു വരുവാനുള്ള ആ വലിയൊരു സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ സാമ്പത്തികമായിട്ട് കൈക്കാരന്മാർ അതുപോലെ തന്നെ തെക്കേക്കര ഞങ്ങളുടെ അയൽപക്കക്കാർ ജിജി അടക്കമുള്ള നമ്മുടെ ബൈജു പൈനാടത്ത് അതുപോലെ എൻ്റെ മൂന്നാം സഭയിലെ കുടുംബശ്രീയിലെ വെൽഫെയറിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ എല്ലാ മേഖലകളിലും ഡേവിസ് എൻ്റെ ആശോക്കളെ നൂറി പാലിയിട്ട് എല്ലാവരെയും ഞാൻ മായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിക്കാൻ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്തൊക്കെ ഇവർ പങ്കാളികളാണ്. കുടുംബശ്രീ അംഗങ്ങളായാലും മറ്റുള്ള അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വെൽഫെയർക്ക് 10,000 കണക്കിന് രൂപ ഓരോ കാര്യങ്ങളും കരുതി കൊടുത്തത് 44,000 45,000 ഒക്കെയുള്ള ഫണ്ട് ഞങ്ങൾ സെക്രട്ടറി ആയിരുന്നു ആയിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ ഓരോ സംരംഭം ഇതേപോലെ സാധനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ വിപണനം നടത്തി നറുക്കെടുപ്പൊക്കെ നടത്തി അങ്ങനെ 45,000 രൂപ നമ്മളവിടെ ഫണ്ട് സേവിങ്സ് വെച്ചിട്ട് ഞാൻ ആ സ്ഥാനത്ത് മാറിയത്. അപ്പോൾ ഇതിന് മുന്നും അച്ഛൻ പറഞ്ഞു അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുവ സംരംഭകരെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഞാനായിട്ട് എനിക്ക് മറ്റുള്ളവരെ എൻ്റെ കയ്യിൽ നിന്ന് സഹായിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മളുടെ ഒരു സംരംഭം വഴി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയേക്കുന്നത്. എനിക്ക് വലിയ ലാഭം കിട്ടാനോ അല്ലെങ്കിൽ വലിയ ആ ലാഭം കൊണ്ട് വലിയ സാമ്പത്തിക